നമസ്കാരം. വീക്കിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഒടുവിൽ ശ്രീലങ്കൻ ക്രൈസ്തവരുടെ കണ്ണുനീരിന് ഫലം കണ്ടിരിക്കുന്നു. അവർക്ക് നീതി ലഭിച്ചിരിക്കുന്നു. 2019 ഈസ്റ്റർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മുസ്ലിം തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്ത രാജ്യത്തെ പ്രമുഖരായ 2 ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് രാജ്യത്തെ പ്രധാന കോടതി ഉത്തരവായിരിക്കുന്നു. നീണ്ട കാലയളവിലെ വിചാരണകൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോളം ചെന്നെത്തിയ അന്വേഷണങ്ങൾ, ഒടുവിൽ ശ്രീലങ്കൻ ക്രൈസ്തവരുടെ പ്രതിഷേധങ്ങൾക്കും കണ്ണുനീരിനും വില കണ്ടിരിക്കുന്നു. നീതി അവർക്ക് ഉറപ്പായിരിക്കുന്നു. നീതി എന്നുള്ളത് ദൈവത്തിന്റെ പക്ഷത്താണെന്നും ഏത് കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും അത് എത്ര മൂടി വച്ചാലും തടയപ്പെട്ടാലും ഒരിക്കൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് ശ്രീലങ്കൻ സംഭവം വെളിപ്പെടുത്തുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം, ശേഷം വിശദമായ വാർത്തകൾ. 2019 ഈസ്റ്റർ ദിന ശ്രീലങ്കൻ ക്രൈസ്തവ കൂട്ടക്കൊലയിൽ സുരക്ഷാ വീഴ്ച വരുത്തിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ. FCRA ഭേദഗതി ബില്ലിലെ വിവാദ വ്യവസ്ഥകളിൽ ഇളവിന് തയ്യാറായി കേന്ദ്ര സർക്കാർ. ബിൽ ഈ മാസം 12-ന് പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിക്കാൻ നീക്കം. ബിൽ അവതരണത്തിന് പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി. സൗദി ജയിലിൽ വധശിക്ഷ കാത്ത് നിരപരാധികളായ എത്യോപ്യൻ ക്രൈസ്തവർ. മോചനം ആവശ്യപ്പെട്ട് നയതന്ത്ര ഇടപെടലിന് സമ്മർദ്ദവുമായി ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ച്. ഇനി ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിടും. അമേരിക്കയ്ക്ക് വീണ്ടും ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ കടുത്ത സൈനിക പ്രകരം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലെന്ന് ട്രംപ് തിരിച്ചടിച്ചു. തീവ്രവാദികളിൽ നിന്നുള്ള കടുത്ത മത അധിനിവേശം മൂലം രാജ്യത്തു നിന്ന് പലായനം ചെയ്ത ക്രൈസ്തവരടക്കമുള്ളവർ തിരിച്ചു വന്നാൽ വീടും ഭൂമിയും സൗജന്യമായി നൽകുമെന്ന ഇറാഖി പ്രധാനമന്ത്രിയുടെ ഉറപ്പ് തനിക്ക് ലഭിച്ചതായി ഇറാഖി പാത്രിയാർക്കീസും. വിമാനം വൈകിയ സമയം യാത്രക്കാരോട് സുവിശേഷം പ്രസംഗിച്ചു. പ്രസിദ്ധ സുവിശേഷക വിറ്റ്നി ലാണിനെ അലാസ്ക എയർലൈൻസ് വിമാനത്തിൽ നിന്ന് പുറത്താക്കി. ബലൂചിസ്ഥാൻ ക്രൈസ്തവരുടെ ശവപ്പറമ്പായി മാറുന്നു. ജൂലൈ 8-ന് 2 യുവ ക്രൈസ്തവർ കൂടെ കൊല്ലപ്പെട്ടു. പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് ഇൻഡോ കനേഡിയൻസ് കോൺഫറൻസ് ഓഗസ്റ്റ് 13 മുതൽ കാനഡയിലെ കാൽഗറിയിൽ. മഹാരാഷ്ട്രയിൽ മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വന്നു. ക്രൈസ്തവരിൽ ആശങ്കയുയർത്തി നിയമത്തിലെ വ്യവസ്ഥകൾ. ക്രൂശിത രൂപവും വിശുദ്ധ ബൈബിളും സാക്ഷിയാക്കി പെറുവിലെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ. സൗദിയിൽ പ്രവാസികളുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തികളുടെ പേരിലേക്ക് മാറ്റാൻ അനുമതി. കുവൈറ്റിൽ സന്ദർശക വിസ തൊഴിൽ വിസയാക്കാൻ ഇനി അധിക ചെലവ്. 150 ദിനാർ ഫീസ് നിർബന്ധമാക്കി. വാർത്തകൾ വിശദമായി. ഒടുവിൽ ശ്രീലങ്കൻ ക്രൈസ്തവർക്ക് നീതി. 7 വർഷങ്ങൾക്ക് മുൻപ് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ നിരവധി ക്രൈസ്തവരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ. മുൻ പോലീസ് തലവൻ പൂജിത് ജയസുന്ദര, പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഹേമാസിരി ഫെർണാണ്ടോ എന്നിവർക്കാണ് ഹൈക്കോടതി വധശിക്ഷ വിധിച്ചത്. ഇരുവരും ഡ്യൂട്ടിയിൽ ക്രിമിനൽ വീഴ്ച വരുത്തിയെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈസ്റ്റർ ദിന ഭീകരാക്രമണ പരമ്പരയ്ക്ക് നേതൃത്വം നൽകിയത് രാജ്യത്തിന്റെ മുൻ ഇന്റലിജൻസ് തലവനാണെന്ന ശ്രീലങ്കൻ പൊതുസുരക്ഷാ മന്ത്രിയായ ആനന്ദ് വിജയപാല അടുത്തിടെ പാർലമെന്റിൽ വെളിപ്പെടുത്തിയിരുന്നു. വാർത്തകളുടെ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും. ക്രൈസ്തവ കൂട്ടക്കൊലയിലെ ഉദ്യോഗസ്ഥ വീഴ്ചയും ഗൂഢാലോചനയും സ്ഥിരീകരിക്കുന്നതാണ് കോടതി വിധി. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നതിൽ വരുത്തിയ വീഴ്ച മൂലം 268 പേർ മരിക്കുകയും 586 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിലും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിലുമുള്ള തന്റെ കടമ നിർവഹിക്കുന്നതിൽ ജയസുന്ദര ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടുവെന്നും ജസ്റ്റിസുമാരായ പ്രിയന്ത ലേനഗയും തിലകരത്ന ബന്ദാരയും വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. 2022 ഇരുവരെയും കുറ്റവിമുക്തരാക്കിയ തീരുമാനത്തിനെതിരെ സംസ്ഥാനം അപ്പീൽ നൽകിയതിനെ തുടർന്നാണ് ഓഗസ്റ്റ് 7-ന് വെള്ളിയാഴ്ച പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വിധി വന്നത്. 2019 ഏപ്രിൽ 4-ന് ഒരു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഇസ്ലാമിക തീവ്രവാദികളുടെ ചാവേർ ആക്രമണ സാധ്യതയെക്കുറിച്ച് ശ്രീലങ്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അധികൃതർ നടപടിയെടുക്കാൻ പരാജയപ്പെട്ടുവെന്ന് നടപടിക്രമങ്ങൾക്കിടെ കോടതിയെ അറിയിച്ചു. ഫെർണാണ്ടോയും ജയസുന്ദരയും 2019 അറസ്റ്റിലായി 4 മാസം കസ്റ്റഡിയിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. മുൻ സിവിൽ നടപടി പ്രകാരം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് നഷ്ടപരിഹാരമായി 125 ദശലക്ഷം രൂപ ഫെർണാണ്ടോയും ജയസുന്ദരയും ഇരകൾക്ക് നൽകേണ്ടി വന്നു. 2 ഉന്നത ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മനുഷ്യത്വത്തിനെതിരായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തുല്യമാണെന്ന് പ്രോസിക്യൂട്ടർമാർ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 2019 ഏപ്രിൽ 21 ഈസ്റ്റർ ദിനത്തിൽ 2 കത്തോലിക്ക ആരാധനാലയങ്ങൾ, സിയോൻ പെന്റക്കോസ്റ്റൽ ചർച്ച്,
3 ഹോട്ടലുകൾ കൂടാതെ ഒരു ഭവന സമുച്ചയം, അതിഥി മന്ദിരം എന്നിവയ്ക്ക് നേരെയാണ് തീവ്രവാദികൾ ചാവേറാക്രമണം നടത്തിയത്. അന്ന് ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കിടെ നടന്ന സ്ഫോടനത്തിൽ ഉൾപ്പെടെ 279 പേർക്ക് ജീവൻ നഷ്ടമാകുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്താണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ അന്വേഷണം മന്ദഗതിയിലായതിൽ പ്രതിഷേധിച്ച് സഭാ നേതൃത്വം പരസ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ഇളവിന് തയ്യാറായി കേന്ദ്ര സർക്കാർ. വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കിയേക്കും. ലൈസൻസ് നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെ സ്വത്ത് കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടുമെന്ന വിവാദ വ്യവസ്ഥയിൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കാനാണ് നീക്കം. ഇക്കാര്യം കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാഹുൽ ഗാന്ധിയെ കണ്ടു. വിവാദ ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം നടന്ന രാഹുൽ ഗാന്ധി കിരൺ റിജിജു കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരണമായിരുന്നു നേരത്തെ FCRA നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കാതിരുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ കൂടുതൽ കർശനമാക്കിയിരുന്നു. ബിൽ ഈ മാസം 12-ന് വീണ്ടും ചർച്ചയ്ക്കെടുക്കുമെന്നാണ് വിവരം. പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മിസോറാം മുഖ്യമന്ത്രി ലാൽഡു ഹോമയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബില്ലിലെ വ്യവസ്ഥകൾക്ക് മുൻകാല പ്രാബല്യം ഉണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ FCRA ലൈസൻസ് പുതുക്കി ലഭിക്കാതിരിക്കുകയോ റദ്ദായ ലൈസൻസ് പുനഃസ്ഥാപിക്കപ്പെടാതിരിക്കുകയോ ചെയ്താൽ സംഭാവന ഉപയോഗിച്ച് വികസിപ്പിച്ച ആസ്തികൾ കേന്ദ്ര സർക്കാരിന് സ്ഥിരമായി ഏറ്റെടുക്കാമെന്ന ബില്ലിലെ വ്യവസ്ഥയ്ക്കെതിരെയാണ് കൂടുതൽ പ്രതിഷേധം ഉയർന്നു വന്നത്. ഈ വ്യവസ്ഥയിൽ ഇളവ് കൊണ്ടുവരാനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. CBCI, നാഷണൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം, ജോയിന്റ് ആക്ഷൻ ഫോറം ഓൺ മൈനോറിറ്റീസ് എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ DMK രാജ്യസഭാംഗം P. വിൽസന്റെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് വിലക്കുമുണ്ട്. എന്നാൽ വിശ്വാസ പ്രചരണം ആകാം. ചില മേഖലകളിൽ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. FCRA കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴകൾ പരിഷ്കരിച്ചിരുന്നു. പരിധിക്ക് മുകളിൽ ഭരണപരമായ ആവശ്യങ്ങൾക്ക് സംഭാവന ചെലവഴിച്ചാൽ 1 ലക്ഷം രൂപ പിഴയുണ്ട്. ഊഹക്കച്ചവട നിക്ഷേപങ്ങൾക്കും 1 ലക്ഷം രൂപ പിഴ ഈടാക്കും. റിട്ടേണിന്റെ 100% തിരിച്ചു പിടിക്കും. വകമാറ്റി ചെലവഴിച്ചാൽ 1 ലക്ഷം രൂപ പിഴ. ഈ മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാണ് കേന്ദ്രത്തിന്റെ താല്പര്യം. നാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. സൗദി അറേബ്യയിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്ന എത്യോപ്യൻ ക്രൈസ്തവരുടെ ജീവൻ രക്ഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭ രംഗത്ത്. സൗദി ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം നേരിട്ട് ഉന്നയിക്കണമെന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി എഡ് മിലിബാൻഡിനോട് ആംഗ്ലിക്കൻ ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു. വിഷയം ചൂണ്ടിക്കാട്ടി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന് ആംഗ്ലിക്കൻ സഭ കത്തയച്ചിട്ടുണ്ടെന്നും പ്രീമിയർ റിപ്പോർട്ട് ചെയ്തു. ചെൽസ്ഫോർഡ്, സൗത്ത് പാർക്ക്, വിൻചെസ്റ്റർ രൂപതകളിലെ ആംഗ്ലിക്കൻ മെത്രാന്മാരാണ് സംയുക്തമായ ഇടപെടൽ നടത്തിയത്. എത്യോപ്യയിൽ മതപീഡനം നേരിട്ടതിനെ തുടർന്ന് രാജ്യം വിട്ട നിരവധി ക്രൈസ്തവർ മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ വലയിൽ അകപ്പെട്ടതാണെന്നും അന്യായമായാണ് ഇവർ തടങ്കലിലാക്കപ്പെട്ടതെന്നും ബിഷപ്പുമാർ ചൂണ്ടിക്കാട്ടി. ഇവർക്കെതിരെ ചുമത്തിയ മയക്കുമരുന്ന് കടത്ത് കുറ്റങ്ങൾ വ്യാജ ആരോപണങ്ങളായിരുന്നു. ജയിലിൽ കഴിയുന്ന ക്രൈസ്തവർ വിശ്വാസപരമായ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുന്നതായും വിഷയത്തിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും ബിഷപ്പുമാർ പറയുന്നു. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചിലരുടെ കഴുത്തിലുണ്ടായിരുന്ന കുരിശുമാലകൾ സൗദി പോലീസ് ഉദ്യോഗസ്ഥർ ബലമായി ഊരിമാറ്റുകയും മർദ്ദിക്കുകയും ചെയ്തതായും പുറത്തു വന്ന വിവരങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ബിഷപ്പുമാർ വ്യക്തമാക്കി. മതസ്വാതന്ത്ര്യം അന്താരാഷ്ട്ര നിയമം അംഗീകരിക്കുന്ന അടിസ്ഥാന മനുഷ്യാവകാശമാണെന്നും തടവിലായിരിക്കുമ്പോഴും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ബിഷപ്പുമാർ ഓർമ്മിപ്പിച്ചു. അതേസമയം ശിക്ഷകൾ പുനഃപരിശോധിക്കുമെന്ന് മുമ്പ് സൗദി ഭരണകൂടം അറിയിച്ചിരുന്നിട്ടും 5 പേരെ ഇതിനകം വധിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ചില കേസുകളിൽ വധശിക്ഷ നടപ്പാക്കിയ വിവരം കുടുംബാംഗങ്ങളെ പോലും അറിയിച്ചിരുന്നില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. അമേരിക്കയ്ക്ക് വീണ്ടും മുന്നറിയിപ്പുമായി ഇറാന്റെ വാക്കുകളെ പുച്ഛിച്ച് തള്ളി ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ അമേരിക്ക ഇനി ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ്.
കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയോടാണ് ഇറാന്റെ പ്രതികരണം. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. പുതിയ ആക്രമണങ്ങൾ നടത്തുന്നതിൽ നിന്ന് ട്രംപിനെ പിന്തിരിപ്പിക്കാൻ അദ്ദേഹത്തിന്മേലുള്ള തങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങളോട് അരഗ്ചി ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. ഇറാന് നേരെയുള്ള ഏത് ആക്രമണവും ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കൻ ആസ്തികൾക്കും ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെയുള്ള തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. തിരിച്ചടിക്കാൻ ഞങ്ങൾ സജ്ജമാണ്. എന്നാൽ മേഖലയിൽ ഉടനീളം സംഘർഷം കൂടുതൽ വഷളാകുന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും ഒഴിവാക്കാൻ നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്തുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗമെന്ന് കരുതുന്നു, അരഗ്ചി വ്യക്തമാക്കി. അതേസമയം ഇറാൻ ഭരണകൂടത്തിലെ ഭിന്നതകൾ ചർച്ചകൾ ബുദ്ധിമുട്ടുള്ളതാക്കുന്നുവെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇറാൻ സർക്കാരിൽ ഭിന്നത നിലനിൽക്കുന്നതിനാൽ അവരുമായുള്ള ചർച്ച ബുദ്ധിമുട്ടാണെന്നാണ് JD വാൻസ് ഇപ്പോൾ പറയുന്നത്. ഇറാൻ സർക്കാരിനുള്ളിൽ യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ട്രംപിന്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. ഇറാൻ ഇതുവരെയും ശരിക്കുള്ള യുദ്ധപ്രകരം അനുഭവിച്ചിട്ടില്ലെന്നും അമേരിക്കയെ അതിലേക്ക് വലിച്ചിഴക്കരുതെന്നും ട്രംപും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിപ്പോൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണിയെ തുടർന്ന് പലായനം ചെയ്ത ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ സ്വദേശത്തേക്ക് മടങ്ങിയാൽ സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് ഇറാഖി പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചതായി കൽദായ പാത്രിയാർക്കീസ്. രാജ്യത്തേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്ന ഇറാഖികൾക്ക് പുതിയ വീടും ഭൂമിയും നൽകുമെന്ന വാഗ്ദാനം അടുത്തിടെ ഇറാഖ് പ്രധാനമന്ത്രി അലി ഫാലിഹ് അൽ സെയ്ദിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ ലഭിച്ചതായി ബാഗ്ദാദിലെ പാത്രിയാർക്കീസ് പോൾ മൂന്നാമൻ നോന പറഞ്ഞു. നല്ലൊരു അന്തരീക്ഷം രൂപപ്പെടുന്നത് മികച്ചൊരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നാണെന്ന് അൽ സെയ്ദി ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്നും ആളുകൾക്ക് ജോലി ചെയ്യുന്നതിൽ സുരക്ഷിതത്വം തോന്നുകയും ഭാവിയിൽ വിശ്വാസം ഉണ്ടാവുകയും ചെയ്താൽ അവർ തിരിച്ചു വരുമെന്നും പാത്രിയാർക്കീസ് പറഞ്ഞു. അതിനുതകുന്ന നയപരമായ സമീപനം പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും പാത്രിയാർക്കീസ് നോന വെളിപ്പെടുത്തി. വിദേശത്തു നിന്ന് ഇറാഖിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ 10 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഭൂമിയും പുതിയ വീടും ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. 4 നൂറ്റാണ്ട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ എണ്ണത്തിലേക്ക് ചുരുങ്ങിപ്പോയതും തങ്ങളുടെ ചരിത്രപരമായ സ്വദേശം വിട്ടുപോകാൻ നിരന്തരമായ സമ്മർദ്ദം നേരിടുന്നതുമായ ഇറാഖിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഇതൊരു പ്രതീക്ഷ നൽകുകയാണ്. വിദേശത്തു നിന്ന് മടങ്ങി വരാൻ സന്നദ്ധരായ ഇറാഖി ക്രിസ്ത്യാനികളിൽ നിന്ന് ഇറാഖിലേക്ക് നിക്ഷേപം വരണമെന്നാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ തങ്ങളുടെ പ്രതീക്ഷ പങ്കുവച്ചതായി പാത്രിയാർക്കീസ് വ്യക്തമാക്കി. കൽദായക്കാർ നിക്ഷേപകരായി തിരിച്ചെത്തിയാൽ അവർ മറ്റുള്ളവർക്കും അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പാത്രിയാർക്കീസ് ഉറപ്പു നൽകുന്നു. ഇന്ന് ഇറാഖിൽ ഏകദേശം 1,50,000 മുതൽ 2,50,000 ഇടയ്ക്ക് ക്രിസ്ത്യാനികൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 2003 അവിടെ ഉണ്ടായിരുന്ന 15 ലക്ഷം പേരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയൊരു കുറവാണ്. 2014 ഇസ്ലാമിക് സ്റ്റേറ്റ്സ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏകദേശം 1,20,000 ക്രിസ്ത്യാനികൾക്ക് ഒറ്റ രാത്രി കൊണ്ട് നിനവേ താഴ്വരയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിരുന്നു. തകർക്കപ്പെട്ട തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്നതിന് പകരം ആയിരക്കണക്കിന് ക്രൈസ്തവർ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. വിമാനം വൈകിയ ഇടവേളയിൽ യാത്രക്കാരോട് സുവിശേഷം പങ്കുവച്ചതിന് സുവിശേഷക വിറ്റ്നി ലാണിനെ വിമാനത്തിൽ നിന്ന് പുറത്താക്കി. US ഫ്ലോറിഡയിൽ നിന്നുള്ള അറിയപ്പെടുന്ന സുവിശേഷക വിറ്റ്നി ലാണിനെയാണ് അലാസ്ക എയർലൈൻസ് വിമാനത്തിൽ നിന്നും പുറത്താക്കിയത്. ടേക്ക് ഓഫ് വൈകിയ സമയത്ത് എന്താണ് വിമാനം പുറപ്പെടാൻ വൈകുന്നതെന്ന് ആത്മീയാർത്ഥത്തിൽ ലാൻ 1 മിനിറ്റ് യാത്രക്കാരോട് സംസാരിച്ചു. ജൂലൈ 20 ഒർലാൻഡോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സാന്റിയാഗോയിലേക്ക് പോകേണ്ട അലാസ്ക എയർലൈൻസ് ഫ്ലൈറ്റ് 708 വിമാനം പറന്നുയരുന്നതിന് മുൻപ് അല്പം വൈകിയിരുന്നു. അപ്പോഴാണ് ലാൻ വിമാനത്തിന്റെ ഇടനാഴിയിൽ നിന്ന് പ്രസംഗിക്കാൻ ശ്രമിച്ചത്. ഇത് അധികൃതരെ പ്രകോപിപ്പിക്കുകയായിരുന്നു. നമ്മളെല്ലാം കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതൊരു തരം നിരാശാജനകമായ അവസ്ഥയാണ്, അല്ലേ? ഈ കാത്തിരിപ്പ് പക്ഷേ ദൈവത്തിന്റെ സമയം പൂർണ്ണമാണെന്നും ദൈവത്തിന് എല്ലാം അറിയാമെന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അവൻ നമ്മെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ടാകാം. അതിനാൽ നിങ്ങൾ കാത്തിരിക്കണമെന്നും യേശുക്രിസ്തു നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്ന് നിങ്ങൾ അറിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ലാൻ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ വിമാനത്തിലെ ഫ്ലൈറ്റ് ക്രൂവിനെ വിളിക്കുന്ന ബട്ടൺ അമർന്നു. ഇതിന്റെ അലാറം മുഴങ്ങിയപ്പോൾ ജീവനക്കാർ ഓടിയെത്തി പ്രസംഗിച്ചു കൊണ്ട് നിന്ന ലാനിനോട് തർക്കിച്ചു. ഉടൻ തന്നെ ലാനിനെ വിമാനത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ഭാവിയിൽ ലാനിനെ തങ്ങളുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നും അലാസ്ക എയർലൈൻസ് വ്യക്തമാക്കി. തൻ്റെ പ്രസംഗം ഒരു ആത്മീയ യുദ്ധമാണെന്നും ഭൂതങ്ങൾക്ക് യേശുവിൻ്റെ നാമം ഇഷ്ടമല്ലെന്നും ലാൻ പിന്നീട് ശക്തമായി പ്രതികരിച്ചു. ഇതിനു മുൻപും ലാൻ പലപ്പോഴും സമാനമായ വിമാനങ്ങളിൽ യാത്രക്കാരോട് പ്രസംഗിച്ചിട്ടുണ്ട്.
ലാൻ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സുവിശേഷകയാണ്. ഗായിക, ഗാനരചയിതാവ്, നിർമ്മാതാവ്, തെരുവ് പ്രസംഗക എന്നീ നിലകളിൽ പ്രശസ്തയുമാണ്. സോഷ്യൽ മീഡിയകളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സായും തനിക്കുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ മികച്ച വീഡിയോകൾക്ക് 8.8 ദശലക്ഷം കാഴ്ചക്കാരുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് USA. പാകിസ്ഥാനിലെ പ്രക്ഷുബ്ധമായ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ മസ്തൂം പ്രദേശത്ത് മോട്ടോർ സൈക്കിളിൽ എത്തിയ തോക്കുധാരികളുടെ ആക്രമണത്തിൽ 2 ക്രിസ്ത്യൻ യുവാക്കൾക്ക് ദാരുണാന്ത്യം. ജൂലൈ 8 മസ്തൂം ജില്ലയിലെ ഷംസാബാദ് പ്രദേശത്ത് മറ്റുള്ളവരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ അജ്ഞാത മോട്ടോർ സൈക്കിൾ യാത്രികർ ആയുഷ് മൈക്കിൾ 21 വയസ്സ്, 2 കുട്ടികളുടെ പിതാവായ ഡൊമിനിക് ലാസർ 24 വയസ്സ് എന്നിവരെയാണ് വെടിവെച്ച് കൊന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പ്രാദേശിക അനുബന്ധ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവിശ്യ, അതായത് ദായിഷ്, കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ദുഃഖിതരായ കുടുംബാംഗങ്ങളും മറ്റ് ക്രിസ്ത്യാനികളും ഇരകളുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ക്വറ്റ കറാച്ചി ദേശീയപാതയിൽ പാർക്ക് ചെയ്ത് പ്രതിഷേധിച്ചു. ഇത് 3 മണിക്കൂറിലധികം ഗതാഗതം സ്തംഭിപ്പിച്ചു. ഇവിടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ദൈവം തന്റെ മഹത്വത്തിനായി ഞങ്ങളെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ജൂലൈ 11 മസ്തൂങ്ങിലെ ബ്ലസഡ് ജോസഫ് ജെറാഡ് പള്ളിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഫാദർ സാംസൺ ഷാക്കീർ പറഞ്ഞു, മുസ്ലിം ഭൂരിപക്ഷ പട്ടണമായ മസ്തൂങ്ങിൽ ഏകദേശം 50 ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്. ബലൂചിസ്ഥാനിലെ ഏകദേശം 15 ദശലക്ഷം ജനസംഖ്യയുടെ കേവലം 0.5% താഴെ മാത്രം വരുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ക്രൈസ്തവർ. അവരിൽ ഭൂരിഭാഗവും ശുചിത്വ തൊഴിലാളികളുമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രാദേശിക ബലൂച്ച് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വസ്ത്രം ധരിച്ചതിനാൽ അവരുടെ വിശ്വാസത്തിൻ്റെയോ പഞ്ചാബി വംശത്തിൻ്റെയോ പേരിൽ ലക്ഷ്യമിട്ട 5 പ്രധാന സംഭവങ്ങളിലായി കുറഞ്ഞത് 18 ക്രിസ്ത്യാനികളെങ്കിലും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2017 പ്രവിശ്യ തലസ്ഥാനമായ ക്വറ്റയിൽ കുട്ടികൾ ക്രിസ്മസ് പരിശീലിച്ചുകൊണ്ടിരിക്കെ 2 ചാവേർ ബോംബർമാർ ഒരു പള്ളി ആക്രമിച്ചിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് നടത്തിയ ഈ ആക്രമണത്തിൽ 9 ക്രൈസ്തവർ കൊല്ലപ്പെടുകയും 57 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2023 നടന്ന ഒരു സംഭവത്തിൽ പാകിസ്ഥാൻ ഇന്റലിജൻസിന് വേണ്ടി ചാരപ്പണി ചെയ്തുവെന്ന് ആരോപിച്ച് പഞ്ചാബിൽ നിന്നുള്ള ക്രിസ്ത്യൻ ശുചിത്വ തൊഴിലാളിയായ പർവൈസ് മാസികിനെ വംശീയ വിഘടനവാദി ബലൂച്ച് ലിബറേഷൻ ആർമി കൊലപ്പെടുത്തിയിരുന്നു. 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം സൈന്യത്തിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിലും രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും പഞ്ചാബികൾ ആധിപത്യം പുലർത്തുന്നുണ്ടെന്ന് ബലൂച്ച് വിഘടനവാദി ഗ്രൂപ്പുകൾ കരുതുന്നതിനാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പ്രതീകങ്ങളായാണ് പഞ്ചാബികളെ ബലൂച്ച് വിഘടനവാദി ഗ്രൂപ്പുകൾ കാണുന്നതെന്ന് സമുദായ നേതാക്കൾ പറയുന്നു. പ്രവിശ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശം ക്രമസമാധാന നിലയാണ് ഇപ്പോഴുള്ളത്. പാകിസ്ഥാന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കത്തോലിക്ക അംഗം ഷസാൻ വില്യം പറഞ്ഞു, പ്രാദേശിക ബലൂജ് സംസ്കാരവുമായി തങ്ങളുടെ സമൂഹം സംയോജിപ്പിക്കാത്തതാണ് അവരുടെ ദുർബലതയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്നും പരമ്പരാഗത ബലൂജ് വസ്ത്രം, വീതിയേറിയ സൽവാറുള്ള അയഞ്ഞ നീളൻ കൈയുള്ള കമ്മീസ് ധരിക്കുന്നതും പ്രാദേശിക ഭാഷ പഠിക്കുന്നതും അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണെന്നും ക്രിസ്ത്യൻ നേതാക്കൾ സമ്മതിക്കുന്നു. തീവ്രവാദികൾ ഇടയ്ക്കിടെ ബസ്സുകളും ട്രക്കുകളും തടയുകയും തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിക്കുകയും പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള യാത്രക്കാരെ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. ജൂലൈ ആദ്യവാരത്തിൽ മാത്രം നിരോധിത ബലൂജ് ലിബറേഷൻ ആർമി വ്യത്യസ്ത ആക്രമണങ്ങളിലായി കുറഞ്ഞത് 42 പേരെ ഇവിടെ കൊന്നിരുന്നു. അവരിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നുവെന്ന് പാകിസ്ഥാൻ സൈന്യം പറയുന്നു. ബലൂച്ച് പ്രവിശ്യയുടെ മുഴുവൻ മേഖലയും കത്തുകയാണെന്നും മതവിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ ബലിയാടാക്കപ്പെടുകയാണെന്നും ബത്തേൽ മെമ്മോറിയൽ മെത്തഡിസ്റ്റ് ചർച്ചിലെ പാസ്റ്റർ സൈമൺ ബഷീർ പറയുന്നു. ബലൂച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾ ഹിന്ദു വ്യാപാരികളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു. എന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സ്വയം സംരക്ഷിക്കാൻ കാര്യമായ മാർഗങ്ങളില്ലാത്ത ദരിദ്രരായ തൊഴിലാളികളാകയാൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയാണെന്നും ബലൂജിലെ ഒരു നഗരവും ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് സുരക്ഷിതമല്ലെന്നും പാസ്റ്റർ ബഷീർ സൈമൺ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് ഇൻഡോ കനേഡിയൻസ് കോൺഫറൻസ്, അതായത് PCIC 2ാമത് കോൺഫറൻസ് 2026 ഓഗസ്റ്റ് 13 മുതൽ 16 വരെ കാനഡയിലെ ആൽബർട്ട കാൽഗറി ബെസ്റ്റ് വെസ്റ്റേൺ പ്രീമിയർ കാൽഗറി പ്ലാസ ഹോട്ടൽ ആൻഡ് കോൺഫറൻസ് സെന്ററിൽ നടക്കുകയാണ്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളായി കുട്ടികൾക്കും യുവജനങ്ങൾക്കും സഹോദരിമാർക്കും പ്രത്യേക സെഷനുകൾ ക്രമീകരിക്കുന്നു. പാസ്റ്റർ വിൽസൺ കടവിൽ നാഷണൽ കൺവീനർ, ബ്രദർ വിൽസൺ സാമുവൽ പബ്ലിസിറ്റി മീഡിയ കൺവീനർ, പാസ്റ്റർ സാമുവൽ ഡാനിയൽ, പാസ്റ്റർ എബ്രഹാം തോമസ്, പാസ്റ്റർ ബിനു ജേക്കബ് പ്രെയർ കോർഡിനേറ്റേഴ്സ്, ഡോക്ടർ ഷെർലി കുര്യാച്ചൻ ലേഡീസ് കോർഡിനേറ്റർ, പാസ്റ്റർ മനീഷ് തോമസ് ലോക്കൽ സെക്രട്ടറി, പാസ്റ്റർ തോമസ് വർഗീസ് ലോക്കൽ ട്രഷറർ എന്നിവരടങ്ങുന്ന നാഷണൽ എക്സിക്യൂട്ടീവ്സിനൊപ്പം മികച്ച ക്രിസ്ത്യൻ സംഘാടകർ ഏരിയ പ്രതിനിധികളായും പ്രവർത്തിക്കുന്നു. PCICയുടെ പ്രഥമ കോൺഫറൻസിൽ ലഭിച്ച മികച്ച പ്രതികരണവും ആത്മീയ അനുഗ്രഹങ്ങളും ഉൾക്കൊണ്ട് ദൈവസാന്നിധ്യം തുളുമ്പുന്ന വലിയൊരു സമ്മേളനത്തിനാണ് സംഘാടകർ ഇപ്രാവശ്യം ലക്ഷ്യമിടുന്നത്. കൃപാവര പ്രാപ്തരായ ദൈവദാസന്മാർ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു.
മഹാരാഷ്ട്രയിൽ നിലവിൽ വന്ന മതപരിവർത്തന നിരോധന നിയമത്തിലെ വ്യവസ്ഥകളിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുംബൈ അതിരൂപതയും ദേശത്തെ ക്രൈസ്തവരും പുതിയ നിയമത്തിലെ വകുപ്പുകൾ മതന്യൂനപക്ഷങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് അതിരൂപത മുന്നറിയിപ്പ് നൽകുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയ മതപരിവർത്തന നിരോധന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് അതിരൂപത പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ബലപ്രയോഗം, വഞ്ചന, പ്രലോഭനം എന്നിവയിലൂടെയുള്ള മതപരിവർത്തനങ്ങളെ തടയാനുള്ള നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് അതിരൂപത വ്യക്തമാക്കി. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ നിലവിൽ വന്ന നിയമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മഹാരാഷ്ട്രയിലെ മതപരിവർത്തന നിരോധന നിയമത്തിലെ വ്യവസ്ഥകളെന്നും അത് വ്യാഖ്യാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതികളിൽ ആശങ്കയുണ്ടെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു. നിയമാനുസൃതമല്ലാത്ത മതപരിവർത്തനങ്ങളെ തടയുന്നതിനെയല്ല അതിരൂപത എതിർക്കുന്നത്, മറിച്ച് ക്രൈസ്തവർക്ക് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ വിനിയോഗിക്കുന്ന മറ്റു വിഭാഗങ്ങൾക്കുമെതിരായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള വ്യവസ്ഥകളാണ് ആശങ്ക ജനിപ്പിക്കുന്നതെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. നിയമത്തിൽ പറയുന്ന പ്രലോഭനം, സ്വാധീനം, തെറ്റിദ്ധാരണ എന്നിവ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഈ വാക്കുകൾക്ക് കൃത്യമായ നിർവചനങ്ങൾ ആവശ്യമാണെന്ന് അതിരൂപത പറയുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ പോലും സംശയത്തിന്റെ നിഴലിലാകും. മറ്റൊരു മതവിശ്വാസം സ്വീകരിക്കുന്ന വ്യക്തിയുടെ സമ്മതമില്ലാതെ അടുത്ത ബന്ധുക്കൾക്ക് അതിനെതിരെ പോലീസിൽ പരാതി നൽകാൻ കഴിയുന്ന വ്യവസ്ഥയെയും അതിരൂപത ചോദ്യം ചെയ്തു. അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണെന്നും ഇത് ദുരുപയോഗം ചെയ്യപ്പെടാമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ജീവകാരുണ്യ, അജപാലന പ്രവർത്തനങ്ങളെ പ്രലോഭനമായി ചിത്രീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് പത്രക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നിയമം അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കും. നിയമം നടപ്പിലാക്കുന്നതിനായി തയ്യാറാക്കുന്ന ചട്ടങ്ങളിൽ വ്യക്തമായ നിർവചനങ്ങളും ഭരണഘടന ഉറപ്പു നൽകുന്ന സംരക്ഷണങ്ങളും ഉൾപ്പെടുത്തണമെന്ന് അതിരൂപത ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. അടുത്ത 5 വർഷത്തേക്ക് പെറുവിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെയ്ക്കോ സോഫിയ ഫുജിമോറി സത്യപ്രതിജ്ഞ ചെയ്തത് കുരിശുരൂപത്തിന്റെയും വിശുദ്ധ ബൈബിളിന്റെയും മുന്നിൽ ദൈവത്തെയും മാതൃരാജ്യത്തെയും വിശുദ്ധ സുവിശേഷങ്ങളെയും സാക്ഷിയാക്കി 2026-2031 കാലയളവിലേക്ക് രാജ്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് എന്ന പദവി വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നാണ് കെയ്ക്കോ സോഫിയ ഫുജിമോറി ഹിഗുച്ചി പ്രതിജ്ഞ ചെയ്തത്. പെറുവിയൻ ജനതയുടെ സംസ്കാരവും ധാർമ്മികവുമായ രൂപീകരണത്തിൽ ക്രൈസ്തവ സഭയുടെ പ്രാധാന്യം അംഗീകരിക്കുന്നുവെന്ന വാചകവും അവർ ഉയർത്തിപ്പിടിച്ചു. പെറുവിന്റെ ഭരണഘടനയും നിയമപരവുമായ പാരമ്പര്യത്തിന്റെ ഭാഗമായ പ്രതിജ്ഞ രാജ്യവും കത്തോലിക്ക സഭയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ വീണ്ടും ഉയർത്തിക്കാട്ടുന്നതായിരുന്നു. രാജ്യത്തെ ഭരണഘടനയും നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുമെന്നും അവ ശരിയായ വിധത്തിൽ നടപ്പിലാക്കുമെന്നും ചരിത്രപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ശാരീരികവും ധാർമ്മികവുമായ ക്ഷേമം സംരക്ഷിക്കുമെന്നും പുതിയ പ്രസിഡന്റ് പ്രതിജ്ഞ എടുത്തു. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ആദ്യ പ്രസംഗത്തിൽ വിനയത്തോടെയും മാതൃരാജ്യത്തിന്റെ വിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെയും വിശ്വാസത്തോടെയുമാണ് താൻ അധികാരമേൽക്കുന്നതെന്ന് ഫുജിമോറി പറഞ്ഞു. ദൈവത്തിന് നന്ദി പറയുകയും പെറുവിന്റെ സേവനത്തിനായി ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായ കെയ്ക്കോ സോഫിയ പൊതുജീവിതത്തിലും ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ശക്തമായ പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഗൾഫ് ലോകത്തെ പ്രവാസി വിശേഷങ്ങളുമായി ഇനി അറേബ്യൻ ന്യൂസ്. സൗദിയിൽ പ്രവാസികളുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തികളുടെ പേരിലേക്ക് മാറ്റാൻ അനുമതി നൽകി മാനവ വിഭവശേഷി മന്ത്രാലയം. ഗാർഹിക വിഭാഗത്തിൽപ്പെട്ട തസ്തികകൾക്കാണ് അനുമതി. മന്ത്രാലയം നിർദ്ദേശിക്കുന്ന പ്രത്യേക വ്യവസ്ഥകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായാണ് അനുമതി ലഭിക്കുക. സാധുതയുള്ള വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കുക, 100% സ്വദേശീവൽക്കരിക്കപ്പെട്ട പ്രൊഫഷനുകളിൽ പെട്ടവരാകാതിരിക്കുക, വിദ്യാഭ്യാസ, സാങ്കേതിക, ആരോഗ്യ, സ്പെഷ്യലിസ്റ്റ് മേഖലകൾ ഉൾപ്പെടുന്ന ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ ആകാതിരിക്കുക എന്നീ നിബന്ധനകൾ ബാധകമായിരിക്കും. സ്വദേശിക്ക് 4 പേരെയും വിദേശിക്ക് 2 പേരെയുമാണ് പരമാവധി ഗാർഹിക തസ്തികകളിൽ വിദേശികളെ നിയമിക്കാൻ കഴിയുക. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് അറേബ്യ. സന്ദർശക വിസ റെസിഡൻസി പെർമിറ്റായോ തൊഴിൽ വിസയായോ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി അധിക ചെലവ്. വിസ മാറ്റുന്നതിനായി 150 കുവൈത്തി ദിനാർ ഫീസ് നിർബന്ധമാക്കി കുവൈറ്റ് സർക്കാർ പുതിയ നിയമ ഭേദഗതി നടപ്പിലാക്കി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. വിദേശികളുടെ താമസ നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ ഫീസ് ഏർപ്പെടുത്തിയത്. 2026 1091 നമ്പർ മന്ത്രിതല ഉത്തരവ് ഞായറാഴ്ച പുറത്തിറങ്ങിയ ഔദ്യോഗിക ഗസറ്റായ കുവൈറ്റ് അൽ യൗമിലാണ് പ്രസിദ്ധീകരിച്ചത്.
ഇതിലൂടെ 2025 2249 നമ്പർ മന്ത്രിതല ഉത്തരവിലെ ചില വ്യവസ്ഥകളാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. പുതിയ ചട്ടപ്രകാരം എക്സിക്യൂട്ടീവ് റെഗുലേഷനിലെ ആർട്ടിക്കിൾ 39 9 ഖണ്ഡികയിൽ ചേർത്ത പുതിയ ഉപവകുപ്പ് അനുസരിച്ച് ആർട്ടിക്കിൾ 16 പ്രകാരമുള്ള സന്ദർശക വിസ സാധാരണ റെസിഡൻസി പെർമിറ്റ് ആക്കി മാറ്റുന്നതിന് 150 ദിനാർ ഫീസ് ഈടാക്കും. അതേസമയം ഗാർഹിക തൊഴിലാളികൾക്കും സമാന വിഭാഗങ്ങൾക്കും ഈ ഫീസിൽ നിന്ന് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള ഒഴിവാക്കൽ ആർട്ടിക്കിൾ 20 വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം പുതിയ നിയമ ഭേദഗതി എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളും ഉടൻ നടപ്പാക്കണം. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ തന്നെ പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വന്നതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ റെസിഡൻസി നടപടിക്രമങ്ങളിൽ മറ്റൊരു പ്രധാന മാറ്റമായാണ് പുതിയ ഫീസ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് അറേബ്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2019 ഈസ്റ്റർ ദിന ശ്രീലങ്കൻ ക്രൈസ്തവ കൂട്ടക്കൊലയിൽ സുരക്ഷാ വീഴ്ച വരുത്തിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ. FCRA ഭേദഗതി ബില്ലിലെ വിവാദ വ്യവസ്ഥകളിൽ ഇളവിന് തയ്യാറായി കേന്ദ്ര സർക്കാർ. ബിൽ ഈ മാസം 12 പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിക്കാൻ നീക്കം. ബിൽ അവതരണത്തിന് പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി. സൗദി ജയിലിൽ വധശിക്ഷ കാത്ത് നിരപരാധികളായ എത്യോപ്യൻ ക്രൈസ്തവർ. മോചനം ആവശ്യപ്പെട്ട് നയതന്ത്ര ഇടപെടലിന് സമ്മർദ്ദവുമായി ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ച്. ഇനി ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിടും. അമേരിക്കയ്ക്ക് വീണ്ടും ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ കടുത്ത സൈനിക പ്രകടനം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലെന്ന് ട്രംപ് തിരിച്ചടിച്ചു. തീവ്രവാദികളിൽ നിന്നുള്ള കടുത്ത മത അധിനിവേശം മൂലം രാജ്യത്തു നിന്ന് പലായനം ചെയ്ത ക്രൈസ്തവരടക്കമുള്ളവർ തിരിച്ചു വന്നാൽ വീടും ഭൂമിയും സൗജന്യമായി നൽകുമെന്ന ഇറാഖി പ്രധാനമന്ത്രിയുടെ ഉറപ്പ് തനിക്ക് ലഭിച്ചതായി ഇറാഖി പാത്രിയാർക്കീസും. വിമാനം വൈകിയ സമയം യാത്രക്കാരോട് സുവിശേഷം പ്രസംഗിച്ചു. പ്രസിദ്ധ സുവിശേഷക വിറ്റ്നി ലാണിനെ അലാസ്ക എയർലൈൻസ് വിമാനത്തിൽ നിന്ന് പുറത്താക്കി. ബലൂചിസ്ഥാൻ ക്രൈസ്തവരുടെ ശവപ്പറമ്പായി മാറുന്നു. ജൂലൈ 8 2 യുവ ക്രൈസ്തവർ കൂടെ കൊല്ലപ്പെട്ടു. പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് ഇൻഡോ കനേഡിയൻസ് കോൺഫറൻസ് ഓഗസ്റ്റ് 13 മുതൽ കാനഡയിലെ കാൽഗറിയിൽ. മഹാരാഷ്ട്രയിൽ മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വന്നു. ക്രൈസ്തവരിൽ ആശങ്കയുയർത്തി നിയമത്തിലെ വ്യവസ്ഥകൾ. ക്രൂശിത രൂപവും വിശുദ്ധ ബൈബിളും സാക്ഷിയാക്കി പെറുവിലെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ. സൗദിയിൽ പ്രവാസികളുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തികളുടെ പേരിലേക്ക് മാറ്റാൻ അനുമതി. കുവൈറ്റിൽ സന്ദർശക വിസ തൊഴിൽ വിസയാക്കാൻ ഇനി അധിക ചെലവ്. 150 ദിനാർ ഫീസ് നിർബന്ധമാക്കി. വീക്ക്ലി റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. പുനഃസംപ്രേഷണം ചൊവ്വാഴ്ച രാവിലെ 8:30. ഹാർവസ്റ്റ് TV കേരളത്തിൽ ഞായറാഴ്ച രാത്രി 11:30, തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും. നമസ്കാരം.